നിലമ്പൂർ മാൻട്രേക്കിന് ഭയം തുടങ്ങി. ആസന്നമായ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കളം പിടിക്കുമോ എന്നുള്ള ആശങ്ക മാൻട്രേക്കിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യ സന്ദർഭത്തിൽ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. എന്നെ മുന്നണിയിൽ എടുത്തില്ലെങ്കിൽ ഞാൻ കുളം കലക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. കാര്യം കേരള രാഷ്ട്രീയത്തിൽ എൻ്റെ അഡ്രസ്സ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം. അവരൊന്ന് തീരുമാനിച്ച അത് നടപ്പാക്കുന്ന ശൈലിയാണ്. ആ ഭയം ഉള്ളിൽ കുടിയേറിയിരിക്കുന്നു. നിലമ്പൂരിലെ വിജയം അത്ര എളുപ്പമല്ല എന്ന് മാൻട്രേക്ക് തന്നെ പറയുന്നുണ്ടെങ്കിൽ UDFകാർ കരുതിയിരുന്നോളൂ. എന്തുകൊണ്ട് ഈ വാചകം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടൊരു മുൻകൂർ ജാമ്യമായിട്ട് പുറത്തു വരുന്നുണ്ടെങ്കിൽ എന്താണ് തിരഞ്ഞെടുപ്പിൻ്റെ ദിശാസൂചികയെന്ന് അത് വെളിവാക്കുന്നുണ്ട്. നമ്മൾ ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ടാക്കിൾ ചെയ്യണം. കാരണം നമുക്കറിയാം, ഏറ്റവും വലിയ പോരാട്ടമായിരിക്കും, കേരളം കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. വ്യക്തിപരമായി എന്നെ ഇല്ലായ്മ ചെയ്യാനും ആൻറ്റി പിണറായിസത്തിനെതിരെ ഞാൻ ഉയർത്തിയ വാദങ്ങൾ ശരിയല്ല എന്ന് വരുത്തി ജനപക്ഷത്ത് ഒരു ഒരു വെളിപ്പെടുത്താൻ UDFന് LDFന് സാധിക്കും എന്നവർ കണക്കൂട്ടി മുന്നോട്ട് പോവുകയാണ്. ആ തരത്തിൽ 98 MLAമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് വലിയ തരത്തിലുള്ള സാമ്പത്തിക ചെലവഴിച്ച് അതിനെ മറികടക്കാനുള്ള എല്ലാ വഴികളും, ഇപ്പോൾ വോട്ടർ പട്ടിക തന്നെ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്ന് ആളെ കൊടുന്ന് ചേർത്തിട്ടുണ്ട്. തൊട്ടടുത്ത വണ്ടൂരിൽ നിന്നും ഏറനാടിൽ നിന്നും പുതിയ കുറേ വോട്ടർമാർ കയറിയിട്ടുണ്ട്. അതിപ്പോൾ UDF ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ വഴികളും അവർ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലാണ്, അല്ല 2026 മത്സരിക്കുന്നില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യം ചോദിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ പാർട്ടികളും മുന്നണികളും അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു ആലോചനയും ഞാൻ നടത്തിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ രാജിവെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആലോചന ഞാൻ നടത്തിയിട്ടില്ല. നമ്മൾ ഈ പിണറായിസത്തിനെതിരെ തകർക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം, അത് യുനാനിമസ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് കോൺഗ്രസും UDF ഒക്കെ വരണം. അപ്പോഴല്ലേ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഇനി മത്സരിക്കാനില്ല എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇനി അങ്ങനെ പറയില്ല. ഞാൻ PV Anwar മാത്രമായിരുന്നു ഇന്ന്. അല്ല, അതെല്ലാം ഇപ്പം ഈ പറഞ്ഞില്ലേ, എല്ലാം നമ്മൾ ഇന്നത്തെ സാഹചര്യങ്ങളാണല്ലോ നമ്മളെ തീരുമാനങ്ങൾ. ആ ഓരോ സാഹചര്യങ്ങളും ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലാണ്, അല്ല 2026 മത്സരിക്കുന്നില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യം ചോദിച്ചത്. ഒരു സംശയവും വേണ്ട, മാൻട്രേക്കിനെ വിശന്നിരിക്കുന്നവരുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്ന കുഴിമന്തിക്ക് ലാസ്റ്റ് എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ എല്ലും കഷ്ണം മാത്രം അവിടെ കിടക്കുന്ന അവസ്ഥയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ ഉള്ളിലുള്ള ആശങ്കയുണ്ടല്ലോ, അത് വളരെ കൃത്യമായിട്ട് തന്നെ ചിട്ടയായിട്ട് പ്രാവർത്തികമാക്കും. അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് മാറി നിൽക്കുന്നത്, സ്ഥിരമായിട്ടല്ല. 2026 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അന്ന് ഞാൻ മത്സരിക്കും, ഇപ്പോൾ മത്സരിക്കുന്നില്ല. അതായത് UDF മുന്നണിയിൽ എടുത്തു കഴിഞ്ഞാൽ മാൻട്രേക്ക് ചില നിബന്ധനകൾ ഇപ്പോഴേ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എനിക്കിനി 1 വർഷം കൂടി മാത്രമേ മത്സരിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ ഈ നിലമ്പൂർ സീറ്റ് എനിക്ക് തന്നെ വേണമെന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ UDF ജയിച്ചു കഴിഞ്ഞാൽ മാൻട്രേക്കിൻ്റെ സ്കോപ്പ് അടയും. ആ സ്കോപ്പ് അടയുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ ബാർഗെയിൻ ചെയ്ത് ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് പയറ്റുന്നത്. എന്തായാലും ഉള്ളിൽ ആശങ്കയൊക്കെ നല്ലതാണ്. പുറത്തിറങ്ങി മാപ്ര കോലുകൾക്ക് മുന്നിൽ പിണറായിസമെന്നും അതിനെതിരെയുള്ള പോരാട്ടമെന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇടതുപക്ഷമെന്നും ഇടതുപക്ഷത്തിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നുള്ള മാൻട്രേക്കിന് തന്നെ ഈ സന്ദർഭത്തിൽ അപകടം മണത്തിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ UDF പ്രവേശനം നടപ്പാക്കിയില്ലെങ്കിൽ താൻ വേറെ കുളം കലക്കുന്ന അവസരത്തിലേക്ക് കാര്യങ്ങളെത്തും. ഇനി കുളം കലക്കലിന് സാധ്യതയുള്ളത് BJPയിലേക്കാണ്. കാര്യം ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും പോയി മുട്ടി നോക്കി, അവിടെയെല്ലാം ഗതി കിട്ടാത്ത പ്രേതം തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ആ പ്രേതത്തിനെ ഇരുകൈയും നീട്ടി മരഞ്ചാടി അബ്ദുള്ളക്കുട്ടിയെ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ ഒറ്റ വിഭാഗക്കാരെ ഇനി നാട്ടിലുള്ളൂ. മോങ്ങിജി എനിക്ക് പിതാശ്രീ മാതിരി, രാജീവ് ചന്ദ്രശേഖർ എനിക്ക് അപ്പ മാതിരി എന്ന ഡയലോഗ് അധികം മുഴങ്ങാതെ കേൾക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉറഞ്ഞുകൂടി വരുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ പ്രതികരണം.